ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് വികാസേട്ടൻ്റെ മേക്കപ്പിന് വന്നിരിക്കുക. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസേട്ടൻ്റെ. അപ്പോൾ മേക്കപ്പ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് രജി ചേച്ചി ഇല്ല കേട്ടോ. രജി ചേച്ചിക്ക് നല്ല പനി. അപ്പോൾ അനിത ചേച്ചിയും ഞാനും അഞ്ജു ചേച്ചിയും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ അഞ്ജു ചേച്ചി എത്തിയിട്ടില്ല. അഞ്ജു ചേച്ചി കുറച്ച് ലേറ്റാവും. അപ്പോൾ ഞങ്ങൾ പോയി ബാലൻസ് എമൗണ്ടൊക്കെ കൊടുത്ത് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരു ടാഗ് ഉണ്ടായിരുന്നു, ഒരു ബുക്ക്, പെന്ന്, എൻട്രൻസ് ടിക്കറ്റ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻട്രൻസ് ടിക്കറ്റിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ഫുഡിനുള്ള കൂപ്പണും കൂടെ അതിൽ തന്നെ മിക്സ് ആയിട്ടായിരുന്നു കേട്ടോ. ഇതാണ് എൻട്രൻസ് പാസ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലുള്ളതാണ് ഫുഡിൻ്റെ കൂപ്പൺ. അപ്പോൾ നമ്മുടെ സീറ്റ് നമ്പർ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ നേരത്തെ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ചേച്ചിയാണ്. ഞങ്ങൾ കുറച്ച് വർഷങ്ങളായി കേട്ടോ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പർ വാങ്ങിക്കലും അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കായിരുന്നു. നല്ലൊരു മെമ്മറി ആക്കി തീർക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ് ഈസ് our responsibility to make this day more and more beautiful. എനിക്ക് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പറയാം കേട്ടോ. വികാസായിട്ട് വരുമ്പോൾ എൻട്രൻസിൽ വരുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് അദ്ദേഹരുടെയും കാത്തിരിപ്പിന് വിരാമപ്പെട്ടുകൊണ്ട് the one and only വികാസ് വികേഎസ് നവാസ് പാലക്കാടിന്റെ മണ്ണിലേക്ക് സ്നേഹപൂർവ്വം മേക്കപ്പിന്റെ മായ ലോകത്തെ ഈ രാജകുമാരന് സ്നേഹപൂർവ്വം ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം നിറഞ്ഞ കയ്യടികളോടുകൂടി തന്നെ let's welcome him on to the stage. Once again, please give him a big round of applause and let it be the biggest stars we have today. Hello, Shara, I don't know if you are going to thank you for Thank you. Thank you so much. പാലക്കാടിന്റെ മണ്ണിൽ ഞാൻ സ്ഥിരം വരുന്നതാണ്. അതുകൊണ്ട് ഈ മണ്ണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണ്ണാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കും. അപ്പോൾ അതിൻ്റെ ദീപം കൊളുത്തലും പരിപാടികളൊക്കെ കഴിഞ്ഞു. പാലക്കാട് മാത്രമല്ല, ഗുഡ് മോർണിംഗ് കേരള എന്ന് പറയുന്നത്. വികാസേട്ടൻ്റെ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഷാഫിഖാൻ്റെ ഹെയർ സ്റ്റൈലാണ്. അവിടെ നമ്മൾ റൂട്ടീൻ ആപ്ലിക്കേഷൻ ചെയ്യാം. എല്ലാവരും മോസ്റ്റ് പ്രോഡക്റ്റ് ഇതുപോലെയാണ് അപ്ലൈ ചെയ്യുന്നത്. എല്ലാവരും ഒരു പാനൽ ബ്രഷ് എടുക്കും, മോസങ്ങ് അപ്ലൈ ചെയ്യും അല്ലേ. ചില സ്ഥലങ്ങളിലാവും, ചില സ്ഥലങ്ങളിലാവില്ല, ചിലർക്ക് ഓവറായിട്ട് ഡെപ്പോസിറ്റ് ആവും. ലാസ്റ്റ് നമ്മൾ പറയും നമ്മൾ ചെയ്യുന്ന സ്റ്റൈൽ റോങ് ടെസ്റ്റ് ചെയ്യുക അല്ലേ. അത് ഫസ്റ്റ് ചെയ്യുന്നത് തന്നെ നമ്മൾ റോങ് ആപ്ലിക്കേഷൻ മെത്തേഡ്. മോസർ എപ്പോഴും നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ ആപ്ലിക്കേഷൻ ചെയ്യുക. നന്നായിട്ട് ഈ കോംബോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും പ്രോഡക്റ്റ് ഈവനായിട്ട് എല്ലാ ഹെയറിലും ആയിട്ടുണ്ട് അല്ലേ. മറ്റേ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, പാറ്റേൺ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഹെയറിൻ്റെ ഉള്ളിലൂടെ ആവില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ എത്ര പ്രോഡക്റ്റ് ഇട്ടാലും പ്രോപ്പർ നീറ്റ് ആൻഡ് ഈവൻ റിസൾട്ട് നമുക്ക് എപ്പോഴും നിങ്ങളിങ്ങനെ രണ്ട് സൈഡിലും അങ്ങനെ 4 സെക്ഷനായിട്ട് അതിന് 4 പോർഷനിൽ നമ്മൾ ഫസ്റ്റ് ഹീറ്റ് കൊടുക്കുക. ഫുൾ സ്പീഡ് ഫുൾ ഹീറ്റ്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് റോൾ ചെയ്യുക. റോൾ ചെയ്തിട്ട് പതുക്കെ മൂവ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. പക്ഷെ ഫുഡ് കഴിക്കാനേ വിശന്നിട്ട് നിൽക്കണ ഫുഡൊന്നും
ഫുഡൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ശരിക്കും വിശപ്പായി. കുറച്ചപ്പോഴേ അപ്പൊ നമ്മളെടുത്ത ഈ സെക്ഷനെ 2 or 3 സബ് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. സെയിം നമ്മൾ 90 ഡിഗ്രി ഹോൾഡ് ചെയ്തതിനു ശേഷം നമുക്ക് ബാക്ക് ഹോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ഏത് പ്രോഡക്റ്റ് ഉപയോഗിക്കുക, ഡസ്റ്റ്. സെയിം തന്നെയാണ് നമ്മൾ ഷോസ്റ്റോക്കിൻ്റെ ഡസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡസ്റ്റ് യൂസ് ചെയ്തതിനു ശേഷം ബാക്ക് ടു ബാക്ക് നമുക്ക് എത്രത്തോളം ഹൈറ്റ് വേണോ അതനുസരിച്ചിട്ട് നമ്മൾ ബാക്ക് ഹോം ഹോൾഡ് ചെയ്യുക. ഇപ്പം ഞാനിപ്പോൾ ടൈറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുവാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, പതുക്കെ അതിനൊന്ന് സ്പ്രെഡ് ചെയ്യുക, ഒന്ന് ലൂസ് ചെയ്യുക, സ്പ്രെഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും കുറച്ചും കൂടി വോളിയം കിട്ടാനും ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും അതിനൊന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ലിഫ്റ്റ്. ഈ ഒരു ഡയറക്ഷനിലൂടെ അതിനെ ലിഫ്റ്റ് ചെയ്യുക, ആ ഡയറക്ഷനിലുള്ള ഹെയറും ബാക്ക് ഓൺ ചെയ്യുക. അതിൻ്റെ ഔട്ടർ ഏരിയ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് കവർ ചെയ്യാനുള്ള അടുത്ത ബോക്സ് സെക്ഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് ബാക്ക് ഓൺ ചെയ്യാം. നമ്മൾ സ്ലൈഡ് ലോക്ക് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പോർഷന് തൊട്ട് താഴെ വരെ നമ്മൾ സ്പ്രേ കൊടുക്കുക. ഓക്കെ, സ്പ്രേ കൊടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് മേളിൽ സ്ലൈഡ് ലോക്ക് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഗ്രിപ്പായിട്ട് സ്ലൈഡ് ലോക്കായിട്ട് കിട്ടും ഇവിടെ. ഓക്കെ, ഇവിടുന്ന് ഒരു പീസ് ഓഫ് സെക്ഷൻ മാത്രം എടുക്കുക. അടുത്ത പീസ് ഓഫ് സെക്ഷൻ എടുക്കുക. അങ്ങനെ ഓരോ ചെറിയ ചെറിയ സെക്ഷനായിട്ട് ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഹോൾഡിംഗ് സ്പ്രേ യൂസ് ചെയ്യേണ്ട, ഷൈനിങ് സ്പ്രേ.
ചെറിയ ചെറിയ പീസസ് ആയിട്ട് അതിനെ നേരെ ബാക്കിലോട്ടേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ലൈനിൻ്റെ ടെക്സ്ചർ നമുക്ക് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുന്ന ബ്രാൻഡില്ലേ K2B, അവരുടെ തന്നെ ഷൈനിങ് സ്പ്രേ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോസ്കോപ്പിൻ്റെ ഗോദ്രേജ് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം ഷൈനിങ് സ്പ്രേ. ഓക്കെ, അപ്പോൾ നമുക്കത് വൺ സൈഡ് കംപ്ലീറ്റ് ചെയ്തു. സെയിം തന്നെ ഇപ്പോഴത്തെ നമ്മളതിൻ്റെ പ്രൊസീജിയർ. ഇനി അടുത്തത് ഇതിൻ്റെ മേളിൽ വീണ്ടും ഒരു ലെയർ വരുവാണ്. ഓ, അത് അതിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ്. അതാണ് ഈ അടുപ്പിച്ചടുപ്പിച്ച് രണ്ടിൻ്റെ ഇടയിലത്തെ ഗ്യാപ്പിലേക്ക് കുഞ്ഞ് പഠിപ്പിക്കുന്നത് ഏറ്റവും കുഞ്ഞ് പോർഷൻ എടുക്കുന്നുണ്ടാവും. ഇത് ഹോൾഡ് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അത് ഹാർഡ് സ്പ്രേ ഫിക്സ് ചെയ്യും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾ ഓരോ സെക്ഷൻ ഓരോ സ്ട്രാൻഡ് എടുക്കുമ്പോഴും മീഡിയം ഹോൾഡ് സ്പ്രേ ചെയ്തിട്ട് സെൻറ്ററിൽ കൊണ്ടുവരിക. ഓക്കെ, റബ്ബർ ബാൻഡ്സ് എടുത്ത് ഓക്കെ. ഇതാണ് മെർമെയ്ഡ്. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഒരു 3-4 ടൈംസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ലോക്ക് ചെയ്യുക. ഒരുപാട് ടൈറ്റ് വേണ്ട, ഒരു മീഡിയം ടൈറ്റിൽ അവിടെ തന്നെ ഹെയറിൽ ചെയ്യണം. ആ ഒരു ഡയറക്ഷൻ ഓൾറെഡി വരും. ഇതിന് ശേഷം ഇത് സെൻറ്ററിൽ നിന്ന് പതുക്കെ പുള്ളിങ് ചെയ്യുക. സെൻറ്റർ പോർഷൻ മാത്രം പുള്ളി ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഈ ഒരു പോർഷൻ പതുക്കെ പുള്ളി ചെയ്യുക. വളരെ തിൻ പീസായിട്ട് സെക്ഷനെ പതുക്കെ പുള്ളി ചെയ്ത് അത് താഴെ വരെ ആ സംഭവം വരും. വേണമെന്നില്ല, ചെറിയൊരു. അപ്പം നമുക്ക് അതിൻ്റെ അകത്തൊരു ചെറിയൊരു ലൈൻ പോലെ വിസിബിൾ ആവും. അത് വീണ്ടും ഒന്ന് ഷൈനിങ് സ്പ്രേ വെച്ചിട്ടാണ് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട്. അപ്പോൾ ഇത് നമുക്ക് മെസ്സി പാറ്റേൺ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ വിസിബിൾ ആവുന്ന രീതിയിൽ ചെയ്യാൻ കഴിയും. സെയിം പ്രൊസീജിയറാണ്. ഹെയറിൻ്റെ രണ്ട് അറ്റത്തുനിന്നും സെക്ഷൻ എടുക്കുക. ആ, ഏകദേശം ഇതിൻ്റെ വേറൊരു ടൈപ്പ്. അങ്ങനെ നമ്മൾ ചെയ്തത് മൊത്തം പക്ക പെർഫെക്ഷൻ. അവിടെ കപ്പുണ്ട്. ഫിഷ് ബോൺ വില വരില്ലേ ശരിക്കും? നമ്മൾ പണ്ട് ഫിഷ് ബോൺ ചെയ്തു. ഇപ്പോഴൊന്നും അതില്ല. ഹെയർ സ്റ്റൈൽ ഫ്രഞ്ച് പ്ലേറ്റ്. ഫ്രഞ്ച് പ്ലേറ്റ് നിന്റെ ആ ഒരു 5 ലൈനാക്കിയിട്ട് അതെനിക്ക് കാണിച്ചു തന്നെ. അതറിയില്ല, കിട്ടണില്ലടി. എല്ലാവർക്കും ഫോട്ടോസ് എടുക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ബ്രൈഡ് ഇവിടെ നിന്നും അവിടെ വരെ ചെറിയ എങ്ങനെ നമ്മള് മേക്കപ്പ് ക്യാരി ചെയ്യുന്നുള്ളത് വർഷം ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതാണ് ഫൈനലായിട്ടുള്ള ലുക്ക്. ശരിക്കും അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ. വികാസേട്ടൻ്റെ മേക്കപ്പ് എത്ര പെട്ടെന്നാണ് ചെയ്തതെന്ന് അറിയോ?
പെട്ടെന്ന് ഐ മേക്കപ്പൊക്കെ സഡനായിട്ടാണ് പറഞ്ഞ് ചെയ്യുകയാണെങ്കിൽ പോലും പെട്ടെന്ന് തീർന്നതുപോലെ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഫേസ് മേക്കപ്പൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഷാഫിഖാൻ്റെ ഹെയർ സ്റ്റൈൽ അത് പറയാതിരിക്കാൻ വയ്യ, പൊളിയായിരുന്നു. ഞങ്ങൾ ഒരു 7-8 വർഷം മുമ്പ് ഇതേപോലെ ഷാഫിഖാൻ്റെ ഹെയർ സ്റ്റൈലിന് ഞങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇങ്ങനൊരു ഫീലിംഗ് എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് സൂപ്പറായിരുന്നു. പിന്നെ വികാസേട്ടനാണെങ്കിലും സ്കിൻ വിസിബിൾ മേക്കപ്പാണ് ചെയ്ത് കാണിച്ചു തന്നത്, അതും അടിപൊളിയായിരുന്നു. പിന്നെ നയന ചേച്ചിയുടെ സാരി ഡ്രേപ്പിങ് അതും സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. സുജിത കുമാർ, സുജിത ഉണ്ടോ? എച്ച്, സജിന എച്ച്, ഷീന എം, ഷീന എം, ഷീന ഉണ്ട്, രജനി, രജിത നാരായണൻ, രജിത നാരായണൻ, സ്റ്റേജിലേക്ക് വരാം കേട്ടോ. സ്റ്റേജിലേക്ക് വരും 3 പേരും സ്റ്റേജ്. We've been living in sin so long, all the feels are gone. Fella stopped me on the street last night, said everything's all